ബ്രെഡ് റവയിൽ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് റവ നമ്മൾ ബട്ടറൊക്കെ ചേർത്തിട്ട് കുറുക്കിയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും ചീസൊക്കെ ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കും. ആ മിക്സ് നമ്മൾ ഈ ബ്രെഡിന്റെ മുകളിൽ തേച്ചിട്ട് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ റവയുടെ മിക്സൊക്കെ നന്നായിട്ടാണ് മുരിഞ്ഞിട്ട് വരും. അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ ഫസ്റ്റ് നമ്മൾ കുറുക്കിയിട്ട് എടുക്കും. അപ്പോൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കണമല്ലോ. അപ്പോൾ ഈ റവ എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. പിന്നെ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ ഈ റവ കുറുക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ റവ നമ്മൾ കുറുക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടറും കൂടിയാണ് ചേർത്തിട്ട് റവ കുറുക്കിയിട്ട് എടുക്കുമ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ റവ കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഞാനിവിടെ ഇതേപോലെ നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സവോള എടുത്തിട്ടുണ്ട്. സവോളയും ഇതേപോലെ നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എന്നാലും അതേപോലെ തന്നെ നല്ല നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 അങ്ങനെ ചേർക്കണേന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. സവോള കുറച്ച് കൂടുതൽ ചേർക്കാം, ക്യാപ്സിക്കം കുറച്ച് ചേർത്താൽ മതി. ക്യാരറ്റ് ആയിരുന്നാലും സവോളയുടെ അത്രയ്ക്ക് തന്നെ ചേർക്കാം. പിന്നെ മല്ലിയിലയും വേണം. മല്ലിയില ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതായതാലും ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക് ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ സാധാരണ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചീസും എടുത്തിട്ടുണ്ട്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചീസ് എടുക്കുക. ഞാനിവിടെ പെപ്പർ ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചീസ് ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനത്തെ ചീസാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു വലിയൊരു ബാറായിരുന്നു. അതിനകത്ത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഷെഡ് ചെയ്തിട്ട് എടുത്തതാണിത്. അപ്പോൾ ചീസായിരുന്നാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ചീസ് ഇല്ലാണ്ടും ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ചീസും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ചീസ് കിട്ടിയില്ലെങ്കിൽ ഈ ചീസ് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് ഒരു സാൻഡ്വിച്ച് പോലെ 2 ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഈ പാനിലേക്ക് നമ്മൾ ആ റവ എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കുരുമുളകിൻ്റെ പൊടി. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ബട്ടറും ചേർക്കണം, 1 ഗ്ലാസ് റവയും ചേർക്കണം. ഞാനിതിലേക്ക് വറുക്കാത്ത റവയും എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് ഈ 1 ഗ്ലാസ് റവ ചേർക്കാം. അപ്പോൾ തീയാണ്ട് ഒരുപാട് കൊണ്ട് കൂട്ടി വയ്ക്കണ്ടേ. ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ റവ അങ്ങോട്ട് വേവാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിനേക്കാളും പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അടിയിൽ പിടിക്കരുത്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ റവയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്
ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്നും കൂടി നല്ല തിക്കായിട്ട് ഒന്നും കൂടി റവ നന്നായിട്ടൊന്ന് വെന്ത് വരും. തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റവയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നതാണ്. തീ ഒട്ടും കൂട്ടി വെക്കരുത്. തീ എന്തോരം കുറച്ച് വെക്കാമോ അത്രയ്ക്ക് കുറച്ച് വെക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പകർത്താം. നമ്മുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, ക്യാരറ്റ് ചേർക്കുക, ക്യാപ്സിക്കം ചേർക്കുക, സവാള ചേർക്കുക, മല്ലിയില ചേർക്കുക, ക്രഷ് ചെയ്ത് വെച്ചേക്കണം മുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് ചീസ് ചേർക്കുക. ചീസ് ഞാനിപ്പോൾ ഈ മിക്സിലേക്ക് കുറച്ച് ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് പോലെ ബ്രെഡ് പോലെയാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് പോലെ ആ 2 ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ചീസും വെച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ചീസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം, മിക്സിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇടുക. അപ്പോഴായിരിക്കും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുക. നിങ്ങളതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ റവ കുറുക്കിയിട്ട് എടുക്കുമ്പോൾ ഉപ്പ് ചേർക്കണമല്ലോ. അപ്പോൾ ഉപ്പ് ശരിക്കും റവയിലേക്ക് നമുക്ക് അധികം ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കാരണം വെള്ളത്തിൽ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഉപ്പ് കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. ഈ റവയുടെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് നന്നായിട്ട് കൂടി നിൽക്കണം. പക്ഷേ റവയ്ക്ക് അത്രയ്ക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. റവ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡുമ്മ ഈ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ തേച്ചാൽ മതി. അങ്ങനെ ഈ 2 സ്ലൈസിൻ്റെയും ഒരേ സൈഡിൽ ഈ മിക്സ് തേച്ച് കൊടുക്കാം. ഇത് റവ ഇങ്ങനെ നമ്മൾ കുറുക്കിയിട്ട് എടുത്തേക്കണത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ബ്രെഡുമ്മ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നോളും. ഇതിനകത്ത് നമ്മൾ ചീസും കൂടിയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ചീസൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ട് മെൽറ്റാവും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഓരോ സൈഡിലും ഇതേപോലെ മിക്സിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കമത്തി വെച്ചാലും അതിനെ പിടിച്ചിരുന്നോളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് 2 തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 സൈഡിലും ഈ മിക്സ് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ആക്കാണ്ട് ഓരോ സ്ലൈസ് ബ്രെഡായിട്ട് നമുക്ക് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഉള്ളിൽ ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചിരുന്നാലും ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിക്കില്ല. ഇതിപ്പോൾ നമുക്ക് ചീസ് ചേർക്കാണ്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ചീസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചീസ് ഇല്ലാണ്ടും റെഡിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ ചീസ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
ഇത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിലും ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബട്ടറിലല്ല ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്യുക. അതിപ്പോൾ എന്തിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ചട്ടാൻ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ട്. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. അവളായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പുറത്തെ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മുരിയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സാൻഡ്വിച്ച് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഇത് മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ചൂട് കിട്ടുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് ചെയ്യുക. അപ്പോഴായിരിക്കും ഈ പുറത്ത് ഈ റവയുടെ മിക്സിങ് ആയിരുന്നാലും ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞ് വരിക. അല്ലെങ്കിൽ ഈ പുറത്ത് മാത്രമേ അങ്ങോട്ട് മുരിഞ്ഞ് വരുള്ളൂ. പിന്നെ ഇതേപോലെ ഒന്ന് നന്നായിട്ടിങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടിരുന്ന് നന്നായിട്ടാണ് മുരിഞ്ഞിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.